ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഉപകരണത്തിൻ്റെ പ്രൈമറി സൈഡ് വയറിംഗ് ആണ് പറയുന്നത്. പ്രൈമറി സൈഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ അതൊരു പവർ സപ്ലൈ ആണ് അല്ലേ. പവർ സപ്ലൈ ആണെങ്കിൽ അതിന് എന്താ ഉപയോഗിക്കുന്നത്? അതിന് ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഓക്കെ, എന്തെങ്കിലും ആയിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് അതിൽ ഡിസ്പ്ലേ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു സെക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പൊതുവെയുള്ള കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് വർക്ക് ചെയ്യാത്തത്. അതേ സമയത്ത് ഇത് ഫുൾ ഡെഡ് ആണെങ്കിൽ പ്രശ്നം വരുന്നത് പ്രൈമറി സൈഡ് ആയിരിക്കും. ഫുൾ ഡെഡ് ആണെങ്കിൽ അതിന് കംപ്ലൈൻറ്റ് വരുന്നത് പ്രൈമറി സൈഡ് ആയിരിക്കും. അതല്ല ഒരു സ്റ്റേജ് ഏരിയ മാത്രമാണ് വർക്ക് ചെയ്യാത്തതെങ്കിൽ അതിൻ്റെ ഫ്യൂസോ വർക്കോടോ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലാവും. ഒരു ഇൻസ്ട്രുമെൻറ്റ് ഫുള്ളായിട്ട് ഡെഡ് ആണെങ്കിൽ അതിൻ്റെ പ്രൈമറി സൈഡിലായിരിക്കും കംപ്ലൈൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രൈമറി സൈഡ് വയറിംഗ് ആണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക പ്രൈമറി സൈഡിലുള്ള കംപ്ലൈൻറ്റുകളാണ്. പിന്നെ ഒരു ചെറിയൊരു ഏരിയ മാത്രം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് സെക്കൻഡറി സൈഡിൽ ഉള്ള എവിടെയെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും. സെക്കൻഡറി സൈഡ് അത് ക്ലിയർ ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഒരു പവർ സപ്ലൈ ഫേസ് നോട്ടിൽ വരുന്നുണ്ട്, പിന്നെ എർത്തും ഉണ്ടാവും, എർത്ത് ഉണ്ടാവും അല്ലേ. ഒരു പ്ലഗിലും ഈ 3 കണക്ഷനാണ് ഉള്ളത് അല്ലേ. നമ്മൾ ഒരു പ്ലഗ് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ളത് ഏതാണ്? ലെഫ്റ്റ് സൈഡിലുള്ള ഏതാണ്? ന്യൂട്രൽ. ഇവിടെ മുകളിലുള്ളത് ഏതാണ്? എർത്താണ്. ഡിസൈനൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. എർത്താണ് വലിയ പിന്നെ ഏറ്റവും ലെങ്ത് ഉള്ളത്. കാരണം ആദ്യം കണക്റ്റ് ആവുന്നത് എർത്താണ് എത്തുന്ന സമയത്ത്, അതിന് ശേഷമേ ഫേസ് വരുള്ളൂ. അതല്ലെങ്കിലോ ആ ഡിസൈൻ തെറ്റാണെങ്കിലോ ഫേസാണ് ആദ്യം കണ്ടാകുന്നെങ്കിൽ ആ ബോഡിയിൽ ഷോക്ക് ഉണ്ടാകും, നമുക്ക് ഷോക്ക് അടിക്കും. പ്ലഗ് ഫുൾ അമർത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്ലഗ് എർത്തിൻ്റെ പിന്നിലാണ് ഏറ്റവും കൂടുതൽ ലെങ്ത് ഉണ്ടാവുക. അതിന് ശേഷമാണ് ഫേസിൻ്റെ പിന്നുണ്ടാവുക. ഫേസ് ന്യൂട്രലും എർത്തിനാണ് നീളം കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ എർത്ത് ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അതുകൊണ്ടാണ് അതിന് വലിപ്പം കൂടുതലുള്ളതും ലെങ്ത് കൂടുതലുള്ളതും. ആദ്യം കണക്റ്റ് ആവേണ്ടത് എർത്താണ്. ഓക്കെ, ഈ എർത്ത് ഇൻസ്ട്രുമെൻറ്റിൽ ഇതൊരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു അയൺ ബോക്സ് ആണെന്ന് വിചാരിക്കും. അതെങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ ഉണ്ടാവുക? ഒരു കോയിൽ ഉണ്ടാവും അല്ലേ, ഒരു കോയിൽ ഉണ്ടാവും. അത് ഫേസും ന്യൂട്രലിനും ഇടയ്ക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോളറൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഹീറ്റിംഗ് കോയിൽ ആകുമ്പോൾ അത് കുറേ കഴിയുമ്പോൾ ലീക്കേജ് ഒക്കെ വന്ന് ഷോർട്ട് ആവാൻ, ബോഡിയിലേക്ക് ഇൻസുലേഷൻ പോയിട്ട് ഷോക്ക് അടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ എർത്ത് എവിടെ കണക്ട് ചെയ്യുക? ഇതിൻ്റെ ബോഡി ആണ് എർത്ത് ചെയ്യുക. ഓക്കെ, എർത്ത് ചെയ്യുന്ന ബോഡിയാണ്. മനസ്സിലാവും. ഈ കണക്ഷൻ നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും എർത്ത് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ബോഡിയിലേക്കാണ്, മെറ്റൽ ബോഡിയിലേക്കാണ് ഇൻസ്ട്രുമെൻ്റ് എർത്ത് കണക്ട് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു DSO, ഒരു പ്ലാസ്റ്റിക് ബോഡിയുള്ള ഫൈബറിൻ്റെ DSO, അതിലെന്താ ചെയ്യുക? അതിൻ്റെ ബോഡിയിലേക്ക് എർത്ത് കണക്ട് ചെയ്യില്ല. ബോഡിയിലേക്ക് കണക്ട് ചെയ്യില്ല, കാരണം എന്താണ്? പ്ലാസ്റ്റിക്കാണ്. അതിൻ്റെ ഉള്ളിൽ മെറ്റൽ ഫ്രെയിം ഉണ്ടെങ്കിൽ ആ മെറ്റൽ ഫ്രെയിമിലേക്കാണ് എർത്ത് കണക്ട് ചെയ്യുക. ശരിക്കും നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാനാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോഡിയുള്ള ഇൻസ്ട്രുമെൻറ്റിന് എർത്ത് പുറത്തുണ്ടാവണമെന്നില്ല. മനസ്സിലായല്ലോ? പറഞ്ഞ് ക്ലിയർ ആണ്? ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ എർത്ത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു പവർ സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ, എക്സാമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേജ്, അതിന് ആദ്യം പവർ കോഡ് ഉണ്ടാവും. ഇതിൽ ഫേസ് ന്യൂട്രൽ. ഇനി ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൽ വരുന്നത് ആദ്യം ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഡിവൈസ് എന്ത് കമ്പോണൻ്റാണ് ആദ്യം ഉണ്ടാവുക? ഫ്യൂസ് ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് സ്വിച്ചാണ് വേണ്ടത് കേട്ടോ. ഫസ്റ്റ് സ്വിച്ചാണ് വേണ്ടത്. അത് മനസ്സിലാവും. ഫേസും ന്യൂട്രലും കട്ട് ചെയ്യുന്നത് രണ്ടും കട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്വിച്ചാണ് എപ്പോഴും നല്ലത്. സാധാരണ ഇൻസ്ട്രുമെൻറ്റിലൊക്കെ കൊടുക്കുന്നത് ഡബിൾ സ്വിച്ചാണ്, ഫേസും ന്യൂട്രലും കട്ട് ചെയ്യുന്ന സ്വിച്ചാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ആ സ്വിച്ചിൽ 4 കണക്ഷനാണ് ഉള്ളത്. ആ സ്വിച്ച് ഇപ്പോൾ പൊക്കുന്നില്ലല്ലോ. അല്ല, സ്വിച്ച് എന്താ? ഓക്കെ, ഇതാണ് സ്വിച്ച് അല്ലേ. ഇത് കേടായതാണല്ലോ. ഈ സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന ഭാഗം ഇതാണ്, ആ ഡോട്ടുള്ളതാണ്. അതാണ് പ്രസ് ചെയ്യുമ്പോൾ വരുന്നത്. ഇത് ഓഫാണ്, ഓണാണ്. മനസ്സിലായല്ലോ? ഇത് ഫോണാണ്. ഇനി ഇതിൻ്റെ കണക്ഷൻസ്
നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ മുകളിൽ 2 കണക്ഷൻ ഉണ്ട്, താഴെ 2 കണക്ഷൻ ഉണ്ട്. ഇനി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇത് സ്വിച്ച് വിത്ത് ഇൻഡിക്കേഷനാണ്. ഓണാക്കുന്ന സമയത്ത് ഇത് ലൈറ്റ് ഉണ്ടാവും. ഓക്കെ അല്ലേ? സ്വിച്ച് ഓണാക്കുമ്പോൾ ലൈറ്റ് ഉണ്ടാവും. ലൈറ്റ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക. അതിൻ്റെ മീനിങ് എന്താ? ഇതിൻ്റെ അകത്ത് നിയോൺ ലാമ്പ് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ 2 കാലിലേക്ക് 2 എക്സ്ട്രാ അകത്തുനിന്ന് 2 കമ്പി വന്ന പോലെ കാണാൻ പറ്റും. അതാ നിയോൺ ലാമ്പിൻ്റെ കണക്ഷനാണ്. മനസ്സിലാവുക? സ്വിച്ചിൽ അത് സ്വിച്ച് ഇടുമ്പോഴാണ് കത്തേണ്ടത്. അപ്പോൾ ആ നിയോൺ ലാമ്പിൻ്റെ കണക്ഷൻ താഴെയായിരിക്കും. അല്ലാത്തടത്താണ് നമ്മൾ ഫേസിനോട്ടിലും കൊടുക്കേണ്ടത്. അതിൻ്റെ മുകളിലത്തെ കണക്ഷനിലാണ്. ശ്രദ്ധിക്കണം. അത് സ്വിച്ച് ഇട്ട് കൊടുക്കുന്നത് തിരിച്ചാണെങ്കിൽ ഫേസിനോട്ടിലും താഴെയാണ് കൊടുക്കുന്നത് ടൈം അത് കത്തിക്കണം. കാരണം നിയോൺ ലാമ്പിൻ്റെ കണക്ഷൻ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് സൈഡിൽ കാണാം. ചെറിയ 2 ഭാഗത്തു നിന്ന് ഓരോ കമ്പി വന്നത് കാണാൻ പറ്റും. മനസ്സിലായല്ലോ? അത് ഇവിടെയാണ് നമ്മൾ ഫേസിനോട്ടിലും കൊടുക്കുന്നത്. എന്തായിരിക്കും എഫക്റ്റ്? ഫുൾ ടൈം കത്തിക്കണം. സ്വിച്ച് ഇടുമ്പോഴേ അത് കത്താൻ പാടില്ല. അതിൻ്റെ മീനിങ് മുകളിലാണ് ഫേസിനോട്ടിലും കൊടുക്കേണ്ടത്. എന്നിട്ട് സ്വിച്ച് ഇടുന്ന സമയത്ത് കത്തണമെങ്കിൽ അത് താഴെയാണ് നിയോൺ ലാമ്പിൻ്റെ കണക്ഷൻ ഉണ്ടാകുന്നത്. കൊടുക്കേണ്ടത് അപ്പുറത്തെ സൈഡിലേക്കാണ്. പിന്നെ ഹലോ, ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. അജയ് റെക്കോർഡിംഗ് അല്ലേ? കുറച്ചിവിടെ 2 ഗ്യാപ്പിലേക്കാണ് ഈ താഴത്തത് ഉണ്ടാവുക. നമ്മൾ നിയോൺ ലാമ്പ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ഉണ്ടാവുക കേട്ടോ. നിയോൺ ലാമ്പ് അതിൻ്റെ ഉള്ളിൽ ഈ 2 കല്ല്. അപ്പോൾ ഇവിടെ 2 ചെറിയ കമ്പി ഇങ്ങനെ കണക്ട് ചെയ്ത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ഓണാക്കിയ ശേഷമാണ് ഇവിടെ വോൾട്ടേജ് കത്തേണ്ടത്. അല്ല, ഓണാക്കിയപ്പോഴല്ലേ ഇത് കത്തേണ്ടത്. അപ്പോൾ ഫേസ് നോട്ടിലും കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ അറിയണം കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെയും ഫേസ് നോട്ടിലും കൊടുക്കുകയല്ല വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഓണാക്കുമ്പോൾ ഇത് ഷോർട്ടാണ്. സ്വിച്ചിൻ്റെ കണക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സെപ്പറേഷൻ. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് കണക്റ്റ് ആവും കേട്ടോ. മനസ്സിലാവുന്നത്? ഇത് ഇങ്ങനെയാണ് അതിൻ്റെ സിമ്പിൾ. ഒന്ന് ഫേസിലും ഒരു ലൈൻ, ഒന്ന് നോട്ടിലും ഒരു ലൈൻ. ഇതുപോലെയാണ്. ഇങ്ങനെ ഡോട്ടർ കാണിക്കുന്ന സിംഗിൾ സ്വിച്ചാണ്. ഇതിൽ 2 കണക്ഷൻ വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ആ സ്വിച്ചിൽ മുകളിൽ ഫേസ് നോട്ടിലും കൊടുക്കും, താഴെ ഔട്ട് എടുക്കും. ഇങ്ങനെയാണ് ഉണ്ടാവുക. ആ നിയോൺ ലാമ്പ് ഇതിൻ്റെ ഇടയ്ക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ വയറിങ്ങിൽ എപ്പോഴും ആദ്യം കൊടുക്കേണ്ടത് സ്വിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റിലേക്ക് വരുമ്പോൾ സ്വിച്ച് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ടുള്ള ഏരിയ മൊത്തം ഷോക്ക് പ്രൂഫ് ആയിരിക്കാം. അപ്പോൾ ആദ്യമേ സ്വിച്ച് കൊടുക്കാനാണ് വേണ്ടത് എപ്പോഴും. ഇപ്പോൾ സിംഗിൾ സ്വിച്ച് കൊടുത്താലും ഓൺ ഓഫ് ആവും, പക്ഷേ സേഫ് അല്ല. മനസ്സിലാവും? ആ സിംഗിൾ സ്വിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഫേസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ വയറിങ്ങിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഫേസിനോട്ടിലും ലെഫ്റ്റും റൈറ്റും മാറിപ്പോയ സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. പ്ലഗിൽ റൈറ്റ് സൈഡിൽ ഫേസ് കൊടുക്കുന്നതിന് പകരം ലെഫ്റ്റ് സൈഡിൽ ഫേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വയറിങ് പ്രകാരം സ്വിച്ച് വരുന്നത് ന്യൂട്രലായിരിക്കും. അതുകൊണ്ടാണ് ഡബിൾ സ്വിച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. ഡബിൾ സ്വിച്ച് കൊടുത്താൽ ഫേസ് നോട്ടിൽ എങ്ങനെ വയറിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഇങ്ങോട്ടുള്ളത് കട്ടാവും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അല്ലാതെ ഇപ്പോൾ നമ്മൾ ഫേസ് എവിടെയാണ് വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വിച്ച് കൊടുത്തിട്ട് ന്യൂട്രൽ ഇങ്ങനെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ആ പ്ലഗിൽ ബൈ മിസ്റ്റേക്ക് തിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഫേസ് വരും, ഇവിടെ ന്യൂട്രൽ വരും. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്താൽ ഇത്ര ഏരിയയിൽ ഷോക്ക് ഉണ്ടാവും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അല്ലേ? പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഡബിൾ സ്വിച്ചാണ് വേണ്ടത്. ഫേസ് ന്യൂട്രൽ കിട്ടുക. അതിനുശേഷം സീരീസ് ആയിട്ട് ഫ്യൂസ് കൊടുക്കാം. ഫ്യൂസിൻ്റെ സിമ്പൽ ഇതാണ് കേട്ടോ. എന്നാൽ സ്വിച്ചിൻ്റെ സിമ്പൽ ഇതാണ്. അങ്ങനെ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരച്ച് പഠിക്കേണ്ടത്. ഫ്യൂസ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ട്രാൻസ്ഫോമർ ആണെങ്കിൽ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇങ്ങനെയാണ് സിമ്പൽ അല്ലേ? ഞാൻ 12 വോൾട്ടാണ്, 12 ഇവിടെ 230 വോൾട്ട്. ഓക്കെ, ഇങ്ങനെയാണ് കണക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ വയറിങ് ഇതാണ് പ്രൈമറി സൈഡ് വയറിങ് എന്ന് പറയുന്നത്. പ്രൈമറി സൈഡ് വയർ അധികം കംപ്ലൈൻറ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഒരു SMPS ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഇത് SMPS ആയിരിക്കുന്നതല്ല, ട്രാൻസ്ഫോമേഴ്സ് ആണെങ്കിൽ SMPS. ബാക്കി ഈ കണക്ഷനൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ വയറിങ് ഇത് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് ഒന്ന് പവർ കോഡാണ്. പവർ കോഡ് ഒന്ന് പവർ കോഡാണ്. രണ്ടാമത്തെ എന്താ? ഇതിൽ നോക്കിയിട്ട് സ്വിച്ച് അല്ല, രണ്ടാമത്തെ ഫ്യൂസ്. മൂന്നാമത്തത് സ്വിച്ച്. കംപ്ലൈൻ്റ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് പവർ കോഡാണ്. എന്തുകൊണ്ടാണ്? അത് ഫ്ലെക്സിബിളാണ്.
അപ്പോൾ അങ്ങനെ മാറ്റി കുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നൊക്കെ കട്ടായി പോകുന്നത്, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത് ഓവർ കറണ്ട് ഓവർ വോൾട്ടേജോ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഫ്യൂസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് രണ്ടാമത്തേത്. റയർ ചാൻസ് സ്വിച്ച് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടുപോകുന്ന ചാൻസ് തീരെ കുറവാണ്. അതായത് സ്വിച്ചിന് 10,000 ഇതൊക്കെ ഓപ്പറേഷനൊക്കെ പറയുന്നുണ്ട് ലൈഫ് സൈക്കിൾ. അപ്പോൾ അത്രയും തവണ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചാൻസ് സ്വിച്ച് ഇതിൽ ഇതൊക്കത്തിനും കൂടാതെ ഈ സ്വിച്ചിനേക്കാളും പ്രയോറിറ്റി വരുന്ന വേറൊരു കാര്യമുണ്ട്, ട്രാൻസ്ഫോമർ കേട്ടോ. മൂന്നാമത്തെ ട്രാൻസ്ഫോമർ, നാലാമത്തെയാണ് സ്വിച്ച് കൊടുക്കുന്നത്. കാരണം ഒരു ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ പോകുന്നത് ഒന്നല്ലെങ്കിൽ ഫ്യൂസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ. മനസ്സിലായി പറഞ്ഞേ? അവിടെ പവർ കോഡ് പോകണമെന്നില്ല, സ്വിച്ച് പോകണമെന്നില്ല. ഫ്യൂസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമറാണ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ കംപ്ലൈൻ്റ് ആകും. മനസ്സിലായി പറഞ്ഞേ? അതെ, ഇല്ല. പക്ഷേ ഇപ്പോൾ ഇത്ര ഫ്യൂസ് കറക്റ്റ് ആവണമെന്നില്ല. പെട്ടെന്നുള്ള സർജ് ഹൈ വോൾട്ടേജ് പെട്ടെന്ന് വന്നു. പെട്ടെന്ന് വരുമ്പോൾ ഫ്യൂസ് ഓപ്പറേറ്റ് ചെയ്യാനൊരു ടൈം എടുക്കും, ഹീറ്റായിട്ട് കത്തിപ്പോകാൻ. അതിന് മുമ്പ് ചിലപ്പോൾ ട്രാൻസ്ഫോമർ പോകാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ ഇൻവേർട്ടൊക്കെ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നേരെ ട്രാൻസ്ഫോമർ ഫ്യൂസ് പോകുന്നതിനേക്കാളും മുമ്പേ ട്രാൻസ്ഫോമർ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. പവർ കോഡ്, ഫ്യൂസ്, ട്രാൻസ്ഫോമർ, സ്വിച്ച്, പിന്നെ ഒരു പ്രയോറിറ്റി. ഈ പ്രയോറിറ്റിയിലാണ് നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത്ര പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? സാധാരണ ഇൻസ്ട്രുമെൻ്റ് റിപ്പയർ ചെയ്യുമ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ പവർ കോഡാണെന്ന് വിചാരിക്കുക. അതിനകത്ത് നമുക്കൊരു 3 സോക്കറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതുപോലത്തെ പവർ കോഡാണെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഡെഡാണ്. ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് വിചാരിച്ചോ എന്തെങ്കിലും. അതിൻ്റെ ഡെഡാണെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താ? അതിൽ പവർ എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ പവർ കോഡാണ്. അപ്പോൾ ഇതിൽ ഫേസ് ന്യൂട്രൽ ഇവിടെയാണ് വരുന്നത്. അതിന് അക്രോസ് വോൾട്ടേജ് വരുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നല്ലോണം അമർത്തിയിട്ടുണ്ടോ നോക്കുക. ഇങ്ങനത്തെയൊക്കെ പ്ലഗ് ആണെങ്കിൽ കറക്റ്റായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കാം. അതാണ് ഫസ്റ്റ് ചെക്ക്. ഇവിടെ വോൾട്ടേജ് വരുന്നില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഇത് കംപ്ലൈൻ്റ് ആണ്. ഇത് ഇവിടെ ഓക്കെയാണ്, ഇവിടെ വോൾട്ടേജ് വരുന്നില്ലെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, പവർ കോഡ് കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാവും. ഇനി പവർ കോഡ് കംപ്ലൈൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് കംപ്ലൈൻറ്റ് വരിക? ഇതിൽ ഒരു വയർ കട്ടാവുകയാണ് ചെയ്യുക. മിക്കവാറും ഒരു വയർ കട്ടാകുമ്പോഴത്തേന് ഡെഡായിരിക്കും. അപ്പോൾ ആ വയർ കട്ടായത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം, അതുകൂടി കൺഫേം ചെയ്യാം. അപ്പോൾ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി ഇട്ടിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഈ സെൻറ്റർ പിന്നെ ഇത് വെറുതെ ചെക്ക് ചെയ്യാം. എർത്ത് പോയെന്ന് വെച്ചിട്ട് വർക്ക് ചെയ്യേണ്ടാവില്ല, ഷോക്ക് വരികയുള്ളൂ. എർത്ത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ഇനി റൈറ്റ് സൈഡിലുള്ളത് ഫേസ്. ഓക്കെ, അതിവിടെ ഫേസാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതിലൊക്കെ മാർക്കിംഗ് ഉണ്ട്, ശരി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടിന്യൂറ്റി നോക്കുക, കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നോക്കുക. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ഫേസ് ഓക്കെ, ഇതിനുള്ളത് ന്യൂട്രൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും ഒന്ന് കട്ടായിരിക്കും. ഒക്കെ പോട്ടെ, കണ്ടിന്യൂറ്റി ഉണ്ട്. ചിലപ്പോൾ ഇത് അമർത്തുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യും. ചില പൊസിഷനിൽ മാത്രമായിരിക്കും ഉള്ളിൽ കട്ടായിട്ട്. അധികം ചാൻസ് ഇവിടെ ഈ മോൾഡിംഗ് ഉള്ള ഭാഗത്ത് കട്ടാവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഇവിടെ കട്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഇതൊക്കെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഈ പറയുന്നത്. മനസ്സിലാവാറ്? അപ്പോൾ ഫേസ് ന്യൂട്രൽ ഇവിടെ എത്തുന്നുണ്ടോ നോക്കുക. ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ രണ്ടാമത് എന്ത് ചെയ്യണം? പിന്നെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സൈഡാണ് നോക്കേണ്ടത്. ഓക്കെ, സ്വിച്ച് അല്ലേ? സ്വിച്ച് ഉണ്ടാവും അല്ലേ? സ്വിച്ച് അടുത്ത സ്വിച്ച് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്, ഫ്യൂസ് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്, പിന്നെ ട്രാൻസ്ഫോമർ പറയുകയാണെങ്കിൽ അത്. ഇനി ഏറ്റവും കൂടുതൽ ചാൻസ് എളുപ്പം ചെക്ക് ചെയ്യേണ്ടത് ഫ്യൂസ്. പവർ കോഡ് കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഫ്യൂസാണ്. അപ്പോൾ ഫ്യൂസ് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഇങ്ങനത്തെ ഫ്യൂസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് അഴിച്ചെടുത്തിട്ട് തിരിച്ച് ഫുൾ ടൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്പ്രിങ്ങിലൊക്കെ നിൽക്കുന്നതുണ്ട്. അപ്പോൾ ഫുൾ ടൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ ഉള്ളിൽ കോൺടാക്റ്റ് കിട്ടും. പല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സ്വിച്ച് ടൈറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പ്രശ്നം വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നത്? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫ്യൂസാണ് രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത്. ഇനി നോക്കേണ്ടത് ഇതെങ്ങനെ ചെക്ക് ചെയ്യാം? ഫ്യൂസ് പോയിട്ടുണ്ടോ എന്നുള്ള. ഫ്യൂസൊന്നും അഴിക്കാണ്ട്, ഇപ്പോൾ സ്വിച്ച് പോയതാണോ, സ്വിച്ച് അഴിക്കാണ്ട് ചെക്ക് ചെയ്യണം. ഈ സ്വിച്ചിൻ്റെ ഇവിടെ ഇങ്ങോട്ടുള്ള കണക്ഷൻ ഉണ്ടോ, ഇങ്ങോട്ടുള്ള കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂസ് അഴിച്ചെടുത്ത് നോക്കുന്നതൊക്കെ രണ്ടാമത്തെ സ്റ്റേജ്. അതിനേക്കാളും നല്ലൊരു മെത്തേഡ് ഉണ്ട് ചെക്ക് ചെയ്യാൻ. നമ്മൾ ഈ ഫ്യൂസ് പോയിട്ടുണ്ടോ നോക്കണം. അപ്പോൾ
ഫ്യൂസിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാവുക? ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യണം? ഏറ്റവും നല്ല മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലഗ് ആദ്യം കുത്തിയിടാം, AC ന്യൂട്രലിൽ കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ആക്കിയിടാം. സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഫ്യൂസിൻ്റെ അക്രോസ് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഇത് ഫ്യൂസ് ആണെങ്കിൽ ഇതാണ് ഒരു കണക്ഷൻ, ഇതാണ് രണ്ടാമത്തെ കണക്ഷൻ. ഇത് രണ്ടും ഷോർട്ടാണ് കേട്ടോ. ഇവിടെ ഉള്ളതും ഷോർട്ടാണ്. അപ്പോൾ ഇതാണ് സ്വിച്ചിൻ്റെ കണക്ഷൻ. ഒന്ന് ഈ ഇവിടെ ഉള്ളതും ഒന്ന് വരും. അതിൻ്റെ അക്രോസ് 230 വോൾട്ട് ഉണ്ടോ എന്ന് നോക്കാം. 230 വോൾട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? അല്ല, ഫ്യൂസ് ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്യൂസ് ഷോർട്ടാകുമ്പോൾ ഇവിടെ വോൾട്ടേജ് വരില്ല. ഷോർട്ടാകുമ്പോൾ വോൾട്ടേജ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ സ്വിച്ച് ഒക്കെ ഓൺ ആക്കി ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ 230 ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഫ്യൂസ് പോയി കേട്ടോ. അതാണ് പറഞ്ഞത്, പഠിക്കണം എന്ന് പറഞ്ഞത്, മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. ഇത് ലൈവ് ചെക്കിംഗ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ 230 കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ടാണ് ചെയ്യേണ്ടത്. സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്ന സ്വിച്ചിൻ്റെ അക്രോസാണ്. ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ഇത് സിമ്പിൾ പറഞ്ഞാൽ എന്ത് റൂളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഉള്ളത് സിമ്പിളായിട്ട് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡർ റൂളാണ്. ബേസിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ പ്രൈമറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് ഹയർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ സിമ്പിൾ 2 റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആണ് കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവുക. ഒരു 1Kയും 1 മെഗാവും വെച്ചാൽ 1 മെഗാവിൻ്റെ അക്രോസ് ആണ് ഹൈ വോൾട്ടേജ് ഉണ്ടാവുക. ഇത് ലോ വോൾട്ടേജ് ആയിരിക്കും. അതേ ലോജിക്കാണ് ഇവിടെ ഉള്ളത്. ഫ്യൂസ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആയി, അപ്പോൾ ഫുൾ വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആവും. ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് എപ്പോഴും പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നല്ലത്. നിങ്ങൾ കണ്ടിന്യൂറ്റി ഒക്കെ ചെക്ക് ചെയ്ത് തിരിച്ചിട്ടാലും ചിലപ്പോൾ അതുള്ള കണക്ഷൻ ടൈറ്റ് ആയിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഇല്ല. ആദ്യം നോക്കേണ്ടത് സ്വിച്ച് ഓൺ ആക്കിയില്ല, എന്നിട്ട് ഇവിടെ വോൾട്ടേജ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ 100% ഫ്യൂസ് പോയതാണ്. ഇവിടെ വോൾട്ടേജ് ഇല്ലെങ്കിൽ സ്വിച്ചിൻ്റെ ഓരോ കണക്ഷൻ്റെ അക്രോസ് നോക്കുക. ഇവിടെ മാത്രം വോൾട്ടേജ് വരുന്നുണ്ട്, ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ മീനിങ് സ്വിച്ചിൻ്റെ ഈ കോണ്ടാക്റ്റ് ഓപ്പൺ ആണ്. മനസ്സിലാവുക? മനസ്സിലായിട്ടോ? ശരിക്കും സ്വിച്ച് ഷോർട്ടാണ് വേണ്ടത്. പക്ഷെ ഇവിടെ വോൾട്ടേജ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? വോൾട്ടേജ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടിന്യൂറ്റി ഷോർട്ടാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് ഉണ്ടാവില്ല. ഇവിടെ റെസിസ്റ്റൻസ് ഇല്ലല്ലോ ഷോർട്ടാണെങ്കിൽ. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും. റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ അതിൻ്റെ കുറിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ പറഞ്ഞാൽ ആലോചിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഈ 2 സ്വിച്ചിൽ ഒന്നിൻ്റെ അക്രോസ് വോൾട്ടേജ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ ഈ കണക്ഷൻ ഓപ്പൺ ആണ് കേട്ടോ. ഈ കണക്ഷനാണ് ഓപ്പൺ ആയിട്ടുള്ളത്. മനസ്സിലായി പറഞ്ഞത്? അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫ്യൂസിൻ്റെ അക്രോസ് വോൾട്ടേജ് ഫ്യൂസ് ഓപ്പൺ ആണ്. ഇത് ഇവിടെ വോൾട്ടേജ് ഇല്ല, ഇവിടെ വോൾട്ടേജ് ഇല്ല, ഇവിടെ വോൾട്ടേജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് വോൾട്ടേജ് ഉണ്ടാവുക. ഇവിടെ വോൾട്ടേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ട്രാൻസ്ഫോമറിൻ്റെ അക്രോസ് വോൾട്ടേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് വോൾട്ടേജ് ഉണ്ടെങ്കിൽ പിന്നെയുള്ള പ്രശ്നം ട്രാൻസ്ഫോമർ പോയതാണ്. സെക്കൻഡറി വോൾട്ടേജ് ഇല്ലെങ്കിൽ, ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിക്ക് അക്രോസ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് നോക്കേണ്ടത് സെക്കൻഡറി ഇപ്പോൾ 12 വോൾട്ട് ആണെങ്കിൽ 12 വോൾട്ട് ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. മനസ്സിലാവല്ലേ? പ്രൈമറി സൈഡ് ചെക്കിങ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്വിച്ച് ഓൺ ആക്കിയില്ല, ഫ്യൂസിൻ്റെ അക്രോസ് വോൾട്ടേജ് ഉണ്ടോ നോക്കാം. വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഫ്യൂസ് പോയതാണ്, അല്ലെങ്കിൽ ക്ലിയർ ആണ്. പിന്നെ അടുത്തത് ഓരോ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റിൻ്റെ അക്രോസ് വോൾട്ടേജ് ഉണ്ടോ എന്ന് മൾട്ടിമീറ്റർ പ്രോബ് വെച്ച് നോക്കുക. AC ഇട്ടിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒരു കോണ്ടാക്റ്റിൻ്റെ അക്രോസ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ മിനി ആ സ്വിച്ചിൽ ഡബിൾ സ്വിച്ചിൽ ഒരെണ്ണം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് ഷോർട്ട് ചെയ്തിട്ട് മറ്റേത് ഉപയോഗിച്ചാലും എന്നാലും സ്വിച്ച് വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഈ ഡബിൾ സ്വിച്ചിൽ ഒരു കോണ്ടാക്റ്റ് കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് ഡയറക്റ്റ് ഷോർട്ട് ചെയ്തിട്ട് ഇട്ടാൽ ഇത് ഓഫ് ചെയ്യുമ്പോൾ എന്തായി മറ്റേ സ്വിച്ച് ഓൺ ഓഫ് ആകുമ്പോൾ തന്നെ വർക്ക് ചെയ്തോളൂ. ഒരു നിവൃത്തിയില്ലെങ്കിൽ അങ്ങനെ നമുക്ക് റെഡിയാക്കാം. സ്വിച്ച് മാറ്റാതെ തന്നെ വർക്കിംഗ് ആക്കാം. ഒരു കോണ്ടാക്റ്റാണ് പോയത് നമ്മൾ ആദ്യം ഉറപ്പാക്കാം. ഒരു കോണ്ടാക്റ്റ് ആയിരുന്നോ പോയതെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ചെക്ക് ചെയ്താൽ മതി. പറഞ്ഞാൽ മനസ്സിലാവാറേ? ഒന്നിൻ്റെ അക്രോസ് വോൾട്ടേജ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ കോണ്ടാക്റ്റിനാണ് ഇഷ്യൂ ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഷോർട്ടാക്കിയില്ല കേട്ടോ. ഇതൊരു സ്വിച്ചാണ്, ഇത് ഡബിൾ സ്വിച്ചാണ്. ഇത് വരുന്നു ഫ്യൂസ് പ്രൈമറി കേട്ടോ. ഇത് സെക്കൻഡറി. ഓക്കെ, ഇതിൽ ഫ്യൂസ് പോയിട്ടുണ്ട്. ഇവിടെ 230 കൊടുക്കുമ്പോൾ സ്വിച്ച് ക്ലോസ് ആണെങ്കിൽ ഇവിടെ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഫ്യൂസ് ഓപ്പൺ ആണ്. ഇവിടെ വോൾട്ടേജ് ഇല്ലെങ്കിൽ അടുത്ത സ്റ്റേജ് ചെക്ക് ചെയ്യുക. ഇവിടെ ചെക്ക് ചെയ്യുക. ഈ സ്വിച്ചിൽ ഈ 2 കോണ്ടാക്റ്റ് ചെക്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണേ.
ഈ രണ്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ മുകളിലും താഴെയാണ്. അതിൻ്റെ എക്രോസും ഇപ്പുറത്തെ എക്രോസാണ് നോക്കണം. അല്ലെങ്കിൽ ഇവിടെ നോക്കി എന്തായാലും വോൾട്ടേജ് കാണിക്കും. കാരണം അവിടെ ഫേസ് നോട്ടിലും കൊടുത്തിട്ടേക്കാണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്തായാലും ഫേസ് നോട്ടിലും കൊടുത്തിട്ടേക്കാണ്. ഇവിടെ ഫുൾ ടൈം കാണിക്കും. ഈ കോണ്ടാക്റ്റിൻ്റെ എക്രോസ് ആണ് നോക്കേണ്ടത്. അത് സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഇവിടെ വോൾട്ടേജ് കാണിക്കുകയും ചെയ്യും. സ്വിച്ച് ഓൺ ആക്കിയിട്ടാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്. ഈ ചെക്കിങ് ചെയ്യേണ്ടത് സ്വിച്ച് ഓൺ ആക്കിയിട്ടാണ്. സ്വിച്ച് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ? ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് പഠിച്ചാൽ തന്നെ മനസ്സിലാവും. പ്രാക്ടിക്കൽ സൈഡ് പിന്നെ ഇതൊക്കെ ഓക്കെയാണ്. ഇവിടെ വോൾട്ടേജ് ഇല്ല, ഇവിടെ വോൾട്ടേജ് ഇല്ല, ഇവിടെ വോൾട്ടേജ് ഇല്ലെങ്കിൽ ഇവിടെ എന്തായാലും 230 കിട്ടണം. 230 കിട്ടിയിട്ട് സെക്കൻഡറി 12 വോൾട്ട് ട്രാൻസ്ഫോർ ആണെങ്കിൽ 12 വോൾട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ട്രാൻസ്ഫോർ പോയിട്ടുണ്ടാവും. അപ്പോൾ ട്രാൻസ്ഫോറിൻ്റെ ഇത് ഡിസ്കണക്ട് ചെയ്തിട്ട് ട്രാൻസ്ഫോറിൻ്റെ കണ്ടിന്യൂറ്റി നോക്കാണ് വേണ്ടത്. അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഓരോ ട്രാൻസ്ഫോമറിനും ഓരോ രീതിയിലാണ്. ഇപ്പോൾ 1 kVൻ്റെ ട്രാൻസ്ഫോമർ നോക്കിയാൽ പ്രൈമറി ഷോർട്ടായിട്ടാണ് കാണിക്കുക. ഒരു 12 വോൾട്ട് 1 ആംപിയറിൻ്റെയൊക്കെ ട്രാൻസ്ഫോമർ നോക്കിയാൽ ചിലപ്പോൾ ഒരു 400 ഓം ഒക്കെയാണ് കാണിക്കുക. ഇവിടെ 0 ആണ് കാണിക്കുക, അവിടെ 400 ഓം. അതിൻ്റെ പവർ റേറ്റിങ്ങിനനുസരിച്ചിട്ട് ഇതിൻ്റെ വയറിൻ്റെ തിക്നെസ് വ്യത്യാസം വരും. അതിനനുസരിച്ച് ഇവിടെയുള്ള റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ? ഇവിടെയുള്ള വോൾട്ടേജ് ഓരോ ട്രാൻസ്ഫോമറിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. റെസിസ്റ്റൻസ് വോൾട്ടേജ് അല്ല, ഇത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഓരോ പവർ റേറ്റിങ്ങിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഹൈ പവർ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാവുക? ഹൈ പവർ റെസിസ്റ്റൻസ് കുറവായിരിക്കും. എന്തായിരിക്കും? ഹൈ പവറുള്ള ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസ് കുറവായിരിക്കും, കൂടുതലായിരിക്കും. ഹൈ പവറുള്ള ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് പവർ കൂടുതലാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. പവർ കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും കേട്ടോ. ഒരു ചെറിയ ഒരു 12 വോൾട്ട് 1 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അത്യാവശ്യം പവർ കുറവാണ്. അപ്പോൾ അതിൻ്റെ പ്രൈമറി റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. മനസ്സിലാകും? കാരണം വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ് പവർ. അപ്പോൾ പവർ കുറവെന്ന് വെച്ചാൽ അതിന് മീനിങ് കുറഞ്ഞ കറണ്ട് പോയാൽ മതി. വോൾട്ടേജ് എപ്പോഴും 230 സെയിം ആണ്. കറണ്ട് കുറച്ച് പോയാൽ മതി. കറണ്ട് കുറച്ച് പോയാൽ മതി. അതിനനുസരിച്ച് നൈസായിട്ടുള്ള വയറായിരിക്കും ഉണ്ടാവുക. അല്ലേ? റെസിസ്റ്റൻസ് കറണ്ട് കുറയ്ക്കണമെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കൂടണം. ആ ലോജിക്ക് മനസ്സിലാവുന്നില്ലേ? ആ ലോജിക്ക് വെച്ചിട്ട് ആലോചിക്കുകയാണ് വേണ്ടത് കേട്ടോ. 1 kVൻ്റെ ഒക്കെ ട്രാൻസ്ഫോമർ അത്ര ഹൈ പവർ ആയതുകൊണ്ട് അതിൻ്റെ പ്രൈമറി ഷോർട്ടായിട്ടാണ് കാണിക്കുക. കണ്ടിന്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടായിട്ടാണ് കാണിക്കുക. അത് മിസ്റ്റേക്ക് അല്ല കേട്ടോ. ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ? അല്ലേ? ഇനി ഇതിൽ വർക്ക് ചെയ്യാനുള്ള കാര്യം അതൊന്ന് സ്റ്റോപ്പ് ചെയ്യും.